പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിനും വേദയ്ക്കും നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് വിഷമമുണ്ടെങ്കിലും അവർ ഇപ്പോഴാണ് അവരുടെ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയത്. ഒരു ദിവസം രാവിലെ ശ്രീനിവാസൻ സാർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിക്രം, ഇവിടെ നാട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ വേദയും വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വാ. ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സാറ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വിക്രമിനും വേദയ്ക്കും സന്തോഷമാവുന്നുണ്ട്. തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാലോ, അതിൻ്റെ ഒരു ഉന്മേഷത്തിലാണ് അവർ. പെട്ടെന്ന് തന്നെ അവർ റെഡിയായി അവിടുത്തെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. അവർ ബൈക്കിലാണ് വരുന്നത്. എപ്പോഴും കീരിയും പാമ്പും പോലെ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത്തവണ വളരെ സന്തോഷത്തോടെ തമാശയൊക്കെ പറഞ്ഞ് കാഴ്ചകളെല്ലാം കണ്ട് നല്ല ഹാപ്പിയിലാണ് അവരുടെ യാത്ര. ഇടയ്ക്ക് വെച്ച് വേദ വിക്രമിനോട് ബൈക്കൊന്ന് നിർത്താൻ പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അമ്മയ്ക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. പത്മത്തിന് സന്തോഷമാവുന്നുണ്ട്. പത്മം വേദയോട് ചോദിക്കുന്നുണ്ട്, വേദേ, നിങ്ങൾ നാട്ടിലെത്തിയോ? സുഖമല്ലേ നിനക്കെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെ മോളെ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വിക്രമിൻ്റെ വീട്ടിലേക്കാണോ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു. വിക്രം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ല. വിക്രം എവിടെയുണ്ടോ ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറയാണ്. എന്നാൽ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. വീട്ടിലെ വന്ന് അവിടുത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കൂ. അവിടെ അവർ താമസിക്കാൻ സമ്മതിച്ചില്ല എങ്കിൽ അമ്മയ്ക്ക് വിളിക്കണം. അമ്മ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമെല്ലാം അറേഞ്ച് ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്മേ, വിക്രം എല്ലാം ശരിയാക്കിക്കോളും, എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞ് വാക്കു കൊടുക്കുകയാണ്. പിന്നീട് വിക്രം ശ്രീചേച്ചിക്ക് വിളിക്കുന്നുണ്ട്. ശ്രീചേച്ചിയോട് പറയുന്നുണ്ട്, വിക്രം, നിങ്ങളിത് എവിടെയാ, നാട്ടിലെത്തിയോന്ന് ശ്രീചേച്ചി ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നാട്ടിലെത്തിയിട്ടുണ്ട് ചേച്ചി, പക്ഷേ എങ്ങോട്ട് പോകണം, എവിടെ താമസിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ ഞങ്ങളിവിടെ നിൽക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീചേച്ചി പറയുന്നുണ്ട്, നീ എന്താ വിക്രം ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് അമ്മയും അച്ഛനും ജ്യേഷ്ഠന്മാരും എല്ലാം ഉണ്ട്, എന്നിട്ടും നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ ശ്രീചേച്ചി ഒന്നും അറിയാത്തതുപോലെ? ശ്രീചേച്ചി എന്ന് തന്നെയല്ലേ പറഞ്ഞത് അച്ഛൻ്റെ അമ്മയുടെ ഒന്നും ദേഷ്യം മാറിയിട്ടില്ലെന്ന്, പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ശ്രീചേച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട, നിങ്ങൾ നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വാ. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ദേഷ്യം ഉണ്ടാവും, അത് വിചാരിച്ച് ഇങ്ങനെ മാറി നിൽക്കുകയാണോ വേണ്ടത്? അച്ഛൻ്റെ അമ്മയുടെയും ദേഷ്യം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൺമുന്നിൽ തന്നെ ജീവിക്കണം. അപ്പോഴാണ് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ദേഷ്യം മാറത്തുള്ളൂ. നിങ്ങൾ അവരെ വിട്ടു നിൽക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നേരെ ഇങ്ങോട്ട് വാ എന്ന് പറയുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് അച്ഛനമ്മയും ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുമോ, അകത്തേക്ക് കയറാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ അത് കൊണ്ട് വിഷമിക്കേണ്ട, അതെല്ലാം ഞാൻ ഏറ്റു. നിങ്ങൾ അകത്തേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. നിങ്ങളിങ്ങോട്ട് വാ വേദേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എനിക്ക് ചേച്ചി ഒരുപാട് വിശ്വാസമാണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ വരാമെന്ന് സമ്മതിക്കുന്നത്. ഞങ്ങളിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് കൊടുക്കുകയാണ് ശ്രീചേച്ചിക്ക്. അങ്ങനെ ശ്രീജ ചിന്തിക്കുന്നുണ്ട്, ഇവരോട് വരാൻ പറഞ്ഞു, വീട്ടിലേക്ക് വേദിയോടും വിക്രമിനോടും വരാൻ പറഞ്ഞു. പക്ഷേ അച്ഛനും അമ്മയും അവരെ അകത്ത് കയറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പെട്ടെന്നാണ് നന്ദിനി ചിന്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിശ്വം വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രീജ്, നിൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ക്യാഷൊക്കെ ഉണ്ട്, ഞാൻ തരാം. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് എന്ന് പറയുമ്പോൾ പറയ നീ എന്ന് വിശ്വം പറയുന്നുണ്ട്. അല്ല, ഇവിടെ അച്ഛനാണ് മൂത്ത ആൾ, അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത അവകാശം ഈ വീട്ടിൽ അവകാശം ആർക്കാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, മൂത്ത മകൻ ഞാനല്ലേ, അപ്പോൾ അടുത്ത അവകാശം ഞാനാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ആണല്ലോ, എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത് കേട്ടതും വിശ്വത്തിന് ആകെ പേടിയാവുകയാണ്. എന്താ വെച്ചാൽ പഴയതുപോലെ ശ്രീജ പണിക്ക് പോവാത്തത് കൊണ്ട്, ജോലി ഇല്ലാത്തത് കൊണ്ട് വഴക്ക് പറയാൻ പോവാണോ എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കുന്നുണ്ട്. എന്താ ശ്രീജ, നീ പഴയതുപോലെ എന്നോട് ജോലി ഇല്ലാത്തത് കൊണ്ട് വഴക്കടിക്കാൻ വേണ്ടി വരുവാണോ? ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല, ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഇന്ന് നമ്മുടെ വിക്രമും വേദയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും വിശ്വം അങ്ങ് പേടിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത്, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നോ? നീ എന്താടി പറയുന്നത്? അച്ഛനും അമ്മയും അറിയണ്ട എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എല്ലാവരും അറിയും, അവരിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്.
അവരെങ്ങോട്ട് പോകും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചത്. അവൻ എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ ചേട്ടനും അമ്മയും അച്ഛനും എല്ലാവരും ഇവിടെയുണ്ട്. നിൻ്റെ ബന്ധുക്കാരെല്ലാം നിൻ്റെ കുടുംബമെല്ലാം ഇവിടെയല്ലേ, നീയും ഇവിടെ താമസിക്കണം. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്ന സമയത്ത് നീയും നിൻ്റെ വേദയും ഇവിടെയാണ് താമസിക്കേണ്ടത്. നീ ഇങ്ങോട്ട് വാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, എന്തുദ്ദേശത്തിലാണ് നീ അങ്ങനെ പറഞ്ഞത്? അവരിവിടെ വന്നാൽ അച്ഛനും അമ്മയും അകത്തേക്ക് കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എനിക്കറിയാം അകത്തേക്ക് കയറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ദേഷ്യമുണ്ടെന്ന് കരുതി അവരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും അവരെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കണമെന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, നീ എന്താ ശ്രീജ ഈ പറയുന്നത്? അച്ഛനെ എതിർത്തുകൊണ്ട് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. കേട്ട് ശ്രീജ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴെല്ലാം ഓരോ പ്രശ്നങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളെ രക്ഷിച്ചത് വേദയും വിക്രവുമാണ്. വിക്രം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. വേദ ഈ വീടിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അക്കാര്യമൊന്നും നിങ്ങൾ മറക്കരുത്. ഇതിങ്ങനെ ശ്രീജയുടെ വാക്കുകൾ കേട്ട് വിശ്വം ഒന്ന് ചിന്തിക്കുന്നുണ്ട്. ശരിയാണ് നീ പറഞ്ഞത്. വേദയും വിക്രമും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഇക്കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അങ്ങനെ വഴിക്ക് വാ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം, അതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് എന്താണ് അവർ വരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ശ്രീജ വിശ്വത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിക്രമും വേദയും വരുന്ന വഴിക്ക് ചായ കുടിക്കാനായി ഒരു ഹോട്ടലിൽ കയറുന്നുണ്ട്. അപ്പോഴാണ് ശ്രീനിവാസൻ സാറ് വിളിക്കുന്നത്. എന്താടാ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. എന്താടാ ഇത്രയും സമയമായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം ക്ഷമിക്കാൻ കഴിഞ്ഞില്ലേ? ഇവിടെ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാപ്പി കുടിക്കാമായിരുന്നല്ലോ. എന്താ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത്? ഞാൻ അവളോട് പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കാൻ പറയാം, എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേണ്ട സാർ, സാർ ഞങ്ങൾ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ്. ഞാൻ ശ്രീജേച്ചിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജേച്ചി പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട് ശ്രീനിവാസൻ സാർ ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും അകത്തേക്ക് കയറ്റുവാടാ നിങ്ങളെ? നീ മാത്രമല്ലല്ലോ വേദയും കൂടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സാർ, അവിടെയുള്ളത് എൻ്റെ അച്ഛനും അമ്മയല്ലേ. അമ്മയും അച്ഛനെയും കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല. അവർ എന്നെ ചെരുപ്പാൽ അടിച്ചാലും കുഴപ്പമില്ല. ഞാൻ അവരുടെ അടുത്ത് തന്നെ ഞാൻ താമസിക്കും. എനിക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീനിവാസൻ സാറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. വിക്രം, ഇത് തന്നെയാടാ വേണ്ടത്. നീ ഇങ്ങനെ സംസാരിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവരുടെ മുന്നിൽ തന്നെ നീ ജീവിക്കണം, അപ്പോഴാണ് അവരുടെ ദേഷ്യം മാറത്തുള്ളൂ. നിൻ്റെ തീരുമാനം നല്ലതാണെന്ന് പറയുന്നു. ഒരിക്കലും ഇനി എപ്പോഴെങ്കിലും അവർ അവിടെ പുറത്താക്കുകയാണെങ്കിൽ, നിന്നെ അവർ പുറത്താക്കുകയാണെങ്കിൽ ഈ വീട് നിനക്ക് വേണ്ടി എന്നും തുറന്നിട്ടിരിക്കും എന്നും പറയുന്നുണ്ട്. ഇതോടെ അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാവുകയാണ്. എന്നാൽ കോള് കട്ട് ചെയ്തതും വേദ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, പഴയതുപോലെ അടിപിടി ഇതിനൊക്കെ നടന്നാലുണ്ടല്ലോ, ഞാൻ നിന്നെ വിട്ടങ്ങ് പോകും. നമ്മൾ എന്നെങ്കിലും പിരിയാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് നിൻ്റെ ഈ അടിപിടി തന്നെയായിരിക്കും. ഞാൻ നിന്നോട് പലപ്പോഴായി പഴയ കൂട്ടുകെട്ടൊന്നും വേണ്ട, അടിപിടിയൊന്നും വേണ്ട, ഗുണ്ടായിസൊന്നും വേണ്ട എന്ന് നിന്നോട് പറയുന്നു. നീ അത് നിനക്കത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ മാത്രമേ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവൂ എന്നിങ്ങനെ വിക്രം വേദ പറയുകയാണ്. ഇത് കേട്ടിട്ട് വിക്രം ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത്? ഇങ്ങനെ പിരിയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും വെറുപ്പിച്ച് ഞാൻ നിന്നെ സ്വീകരിച്ചത്? നിന്നെ ഞാൻ എന്നോടൊപ്പം കൂട്ടിയത് പിരിയാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ എന്നല്ല പറഞ്ഞത്. എന്നെങ്കിലും പിരിയാനൊരു കാരണമുണ്ടെങ്കിൽ ഈ ഒരു അടിപിടിയായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ, നിൻ്റെ ഈ ഒരു സ്വഭാവമായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനു വേണ്ടി നീ അധികം സംസാരിക്കുകയൊന്നും വേണ്ട, എനിക്കതിന് താല്പര്യമില്ല. നീ ഗ്ലാസ് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് പോവാം, വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമും വേദയും വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ്. വിക്രം നാട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും നാട്ടിൽ വിക്രമിന് പുതിയൊരു ശത്രു എത്തിയിട്ടുണ്ട്. ശ്രീനിവാസൻ സാറിൻ്റെ ചേട്ടൻ്റെ മകൻ. അദ്ദേഹത്തിന് വിക്രമിനെ തീരെ ഇഷ്ടമല്ല. ശ്രീനിവാസൻ സാറിൻ്റെ വലം കൈയായ വിക്രമിനെ വെട്ടിമാറ്റിക്കൊണ്ട് തനിക്ക് ആ സ്ഥാനത്തിരിക്കണമെന്ന ഒരു ചിന്തയുണ്ട്.